വഅദ കേൾക്കാമെന്ന ഉമ്മമാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാണ്, മക്കളെ നല്ല നിലയിൽ വളർത്തണ്, അവർക്ക് മാതൃകയാകണ്, അവർക്ക് മാതൃകയാകണ്. നിങ്ങൾ നിസ്കരിക്കാൻ പറയേണ്ട കാര്യമില്ല. പടച്ചവനെ, ചെറിയ മക്കൾ വീട്ടിലുള്ളവരുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളുണ്ടല്ലോ, അല്ലാഹുവേ, നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ നിത്യമായി പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന വാപ്പയറിയ കുഞ്ഞുണ്ടല്ലോ, ഉപ്പാനോട് ചോദിക്കുന്നു, ഉപ്പാ ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ? സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ഒരു വാപ്പ, ആ വാപ്പയെ കാണുന്ന ചെറിയ കുഞ്ഞ്, ആ 2, 3, 4, 5 വയസ്സുള്ള കുഞ്ഞു ചോദിക്കുന്നു, വാപ്പ ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ? അല്ലാഹുവേ, കാരണം കണ്ടു വളരുന്നത് അങ്ങനെയാണ്. എന്റെ വീട്ടിൽ തന്നെ എനിക്ക് ചെറിയ ഒരു മകനുണ്ട്, നുഅ്മാൻ. അല്ലാഹുവേ, നീ അവനെ ഹാഫിളാക്കണേ പടച്ചവനെ. നുഅ്മാൻ ഞാൻ നിസ്കരിക്കുമ്പോ ഓടി വന്നിട്ട് എന്റെ മുമ്പിൽ കയറി നിന്ന് നിസ്കരിക്കും. ഞാനും എന്റെ ഭാര്യയും നിസ്കരിക്കുമ്പോ എന്റെ പൊന്നുമോ ഓടി വന്നിട്ട് ചിലപ്പോ നിക്കറ് പോലും ഉണ്ടാകണമെന്നില്ല, ഓടി വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. കാരണം നിസ്കരിക്കുന്നത് ആ കുട്ടി എന്നും കാണുകയാണ്. അതുകൊണ്ട് അവന്റെ ചെറിയ ഹൃദയത്തിൽ പടച്ചവനെ അതങ്ങ് പതിയുകയാണ്. ഇങ്ങനെയാണ് പടച്ചവനെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകേണ്ടത്. അങ്ങനെയാണ്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുവോ? ഒരു പിതാവും ഒരു മാതാവും തന്റെ പൊന്നുമോളെ വളർത്തി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വാപ്പയും ഉമ്മയും കൂടെ മകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ എങ്ങനെയാണ് അവര് വളർന്നതെന്നറിയുമോ? എങ്ങനെയാണ് വളർത്തിയതെന്നറിയുമോ? ഒരു മഹദിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുമോ? പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിന്റെ റാണിയായ മഹദിയായ ഫാത്തിമ, സ്വർഗത്തിന്റെ റാണിയല്ലേ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളായ ഫാത്തിമ. ആ ഫാത്തിമയെ മാതൃകയാക്കണ്ടേ പെങ്ങള്? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് തന്റെ പൊന്നാര മകളെ വളർത്തിയതെന്നറിയുമോ? തന്റെ പൊന്നാര മകളെ വളർത്തിയത് എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, അവരെയാണ് ഫാത്തിമ മാതൃകയാക്കിയത്. അവരെയാണ് ഫാത്തിമ മാതൃകയാക്കിയത്. പടച്ചവനെ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുകയാ. പടച്ചവനെ, 25 വയസ്സുകാരനാണ് ആ 40കാരിയായ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത്. പ്രണയ വിവാഹമായിരുന്നില്ല, പ്രണയ വിവാഹമായിരുന്നില്ല, അല്ലെങ്കിൽ നാട്ടുകാര് പിടിച്ച് കെട്ടിച്ചതുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും ഖദീജയെ വിവാഹം കഴിക്കുകയാണ്. നബിയെക്കാൾ 15 വയസ്സ് കൂടുതലാ പെങ്ങള്. നബിയെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ജനിക്കുകയാണ്. എല്ലാവരും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവരും പറയും, വാപ്പയുടെ മകളാ, വാപ്പയുടെ മകളാ, വാപ്പയുടെ മകളാ. അല്ലാഹുവേ, പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ. പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പടച്ചവനെ, അടുത്ത റസാഖ് അബ്റാരിയുടെ വീട്ടിൽ പോയപ്പോ 4 പെൺകുട്ടികളാണ് പാവപ്പെട്ടവന്. പടച്ചവനെ, എപ്പ ചെന്നാലും പൊന്നുമോള് വാപ്പയുടെ കയ്യിൽ പിടിച്ച് നടക്കുന്ന മക്കളാ. അല്ലാഹുവേ, ആ മക്കളെ സ്വാലിഹത്തുകളാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, പടച്ചവനെ, പൊന്നുമോള് ഖുർആൻ പഠിക്കുകയാ. 4 പെൺമക്കളാ. അബ്റാരിയൊക്കെ രക്ഷപ്പെട്ടു. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. 3 പെൺമക്കളുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. 3 പെൺകുട്ടികളുള്ളവർ കൈവക്കണം. 2 പെൺമക്കളുള്ളവർ കൈവക്കിക്കേ. ഒരാൾക്ക് അല്ലാഹു 3 പെൺമക്കളെ കൊടുത്തു. ആ 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത അവര് നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ ചങ്ങാതിക്ക് 4 പെണ്ണ, നമുക്കിപ്പോൾ ഒരെണ്ണം പോലും ഇല്ലപ്പാ. അദ്ദേഹത്തിന്റെ മകള് ഞാൻ ഇപ്പം നോക്കുമ്പോഴും ഒരെണ്ണം ഏറ്റവും ചെറുതാണെന്ന് തോന്നി, ഇങ്ങനെ പിടിച്ചു കിടക്കും. പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാണ്. നബിതങ്ങളുടെ മകളെന്നാ പറയുക, വാപ്പാടെ മോളെന്നാ ഫാത്തിമാനെ കുറിച്ച് പറയുക. അങ്ങനെ കേട്ട് പിന്നെ ഖദീജ അങ്ങനെ ആയി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയുന്നത്, ഫാത്തിമ വരുന്നത് കണ്ടാ പറയും ജീവിച്ചത് എങ്ങനെയാണ് ഉമ്മ മരിക്കുന്നത്. ഖദീജ ബീബി മരിക്കുന്ന രംഗം ഫാത്തിമ കാണുകയാ. ഖദീജ ബീബി മരിക്കുന്ന രംഗം ഫാത്തിമ കാണുകയാ. 65 വയസ്സുണ്ട് ഖദീജ ബീബിക്ക് വഫാത്താകുമ്പോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65ാമത്തെ വയസ്സിൽ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ ഇങ്ങനെ കാത്തു നിന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവിനെ 65 വയസ്സുള്ള ഖദീജ കാത്തു നിൽക്കുകയാ. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുന്ന മുഖത്തോടെ നബിതങ്ങളെ സ്വീകരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. എന്നിട്ട് ഖദീജ ബീവിയും നബിതങ്ങളും ആ പാത്രത്തിന്റെ മുമ്പിൽ വന്നിരുന്നു. 2 പേരും ഒരു പാത്രത്തിന്റെ ചുവട്ടിൽ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാ ഭക്ഷണം കഴിക്കുന്നത്. നബിതങ്ങളും ഖദീജ ബീവിയും ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവായ നബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് ഇത്തിരി ഭക്ഷണം വാരി തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിക്ക് വാരി കൊടുത്തു. ഖദീജ ബീവി ചോദിച്ചു, ഞാൻ വാരി തരട്ടെ നബിയെ? നീ വാരിത്താ ഖദീജ. 18ാമത്തെയോ 20ാമത്തെയോ 25ാമത്തെയോ 30ാമത്തെയോ 50ാമത്തെ വയസ്സിലല്ല, 65 വയസ്സുള്ള പ്രായമായ ഖത്താബിന് ഭക്ഷണം വാരിക്കൊടുക്കുന്നു. വാപ്പ ഉമ്മയ്ക്ക് വാരിക്കൊടുക്കുന്നു, ഉമ്മ ഭർത്താവിന് വാരിക്കൊടുക്കുന്നു. ഇത് കണ്ടാണ് ഫാത്തിമ വളരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? നബിയെ ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കടക്ക് ഖദീജ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിടിച്ചു മടിയിൽ കിടത്തി. നിങ്ങളുടെ വീട്ടിലെ രംഗം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏത് ഭാര്യയും ഭർത്താവും അവളെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രത്തിനകത്ത് നിന്ന് കഴിക്കണം ഭാര്യയും ഭർത്താവും. ആ വീട്ടിലാണ് ബറക്കത്തുള്ളത്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. കഴിക്കാറുണ്ടോ നിങ്ങളെ കാണുന്നത് കീരിയും പാമ്പിനെ പോലെ തല്ലുന്ന മാതാപിതാക്കളെ കണ്ട മക്കൾ ഇങ്ങനെ വളരുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീവിയും തന്റെ ഭർത്താവായ നബിതങ്ങളുടെ മടിയിൽ കിടക്കുന്നു. എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് ഖദീജ. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ചിരിക്കുന്നത്? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ നബിയെ? ഫാത്തിമ ഇതിങ്ങനെ കണ്ടു വളരുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 25 വർഷമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങിയിട്ട് 25 വർഷമായി. അല്ലാഹ്, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് നോക്കുമ്പോ വാപ്പാടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ്, എനിക്ക് 25 വർഷമായി എന്തെങ്കിലും തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ എന്ത് പറ്റി ഖദീജ എന്ന് പൊരുത്തമൊക്കെ ചോദിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ. നബിതങ്ങൾ ഖദീജയുടെ വാപൊത്തി പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരയുകയാ, എന്തേ ഖദീജ, എന്തേ ഖദീജ, എന്തേ നീ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീബിയുടെ വാപൊത്തി പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഖദീജ എനിക്ക് പരാതിയില്ല ഖദീജ,
എനിക്ക് നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതിയുമില്ല ഖദീജ. ഉമ്മമാരെ, ഖദീജ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. ആ കൊട്ടാരം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല, കിട്ടാൻ സാധ്യതയില്ല. എന്തിനാണ് അല്ലാഹു കൊട്ടാരം പണിത് വെച്ചതെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് നബിയെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. 40ാമത്തെ വയസ്സിലാണ് നബി തങ്ങൾക്ക് നുബൂവത്ത് പോലും കിട്ടുന്നത്. പടച്ചവനെ, 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. ആ ഖദീജയാണ് പൊരുത്തം ചോദിക്കുന്നത്. 25 വർഷത്തിന്റെ ഇടയിൽ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഖദീജ, പരാതിയില്ല ഖദീജ, പൊരുത്തമാണ് ഖദീജ. നബി തങ്ങൾ അങ്ങ് പറയേണ്ട താമസം. ഖദീജ എന്ന 65 വയസ്സുള്ള ഭാര്യ ചാടി എഴുന്നേക്കുകയാണ്. നബി തങ്ങൾക്ക് ചുടുചുംബനം കൊടുക്കുകയാണ്. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. അല്ലാഹുവേ. എന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, എന്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്റെ ശരീരം നിങ്ങൾ കണ്ടതാണ്, ഇനി ഒരാളും കാണരുത്. എന്റെ ഔറത്ത് ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല. അത് പെണ്ണാണെങ്കിലും എനിക്കിഷ്ടമല്ല. എന്റെ ഔറത്ത് കാണരുത് നബിയേ. അതുകൊണ്ട് നിങ്ങൾ വേണം ജനാസ കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഖദീജ കരയുകയാ. സമ്മതിക്കു നബിയേ, സമ്മതിക്കു നബിയേ. അവസാന ഖദീജ ബീബി കടന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. തന്റെ മയ്യത്ത് പോലും ഒരു പെണ്ണ് കാണാൻ പാടില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പോലും ഔറത്താരും കാണാൻ പാടില്ല. ഖദീജയുടെ ഒന്നാമത്തെ ആഗ്രഹമാ. നബി തങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? നബിയേ, ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കേണ്ടതാണ്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല. നിങ്ങളില്ലെങ്കിൽ ഉറക്കം വരൂല. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ്. എന്റെ കഫം തുണിക്കകത്ത് ഈ ഷാള് വെക്കണം നബിയേ. നബി തങ്ങൾ സമ്മതിക്കുകയാണ്. മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബർ നബിയേ, വേറെ ഒരാളെയും ഇറക്കരുത്. നിങ്ങൾ വേണം എന്റെ ഖബറിനകത്തിറങ്ങാ, നിങ്ങൾ വേണം എന്റെ ജനാസ വെക്കാ. വേറെ ഒരാളും തൊടുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ ഭാര്യയായ ഖദീജ ബീവി പറയുകയാണ്. നബി തങ്ങൾ സമ്മതിച്ചടോ. അല്ലാഹുവിന്റെ റസൂലാണ് ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. നബി തങ്ങൾ കഫം പൊതിയുമ്പോ ചുമലിൽ കിടന്ന ഷാലെടുത്ത് ചുംബിച്ചു വെക്കുകയാ. റഹ്മാനായ അല്ലാഹ്, നബി തങ്ങൾ ഖബറിനകത്തിറങ്ങിയിട്ട് ഖദീജ ബീബിയുടെ ജനാസ വാങ്ങി വെക്കുകയാ. പിടിമണ്ണ് വാരി വെക്കുമ്പോ
നിബിതങ്ങളുടെ താടിയിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഖദീജയുടെ മകളാണ് ഫാത്തിമ, ഈ ഖദീജയുടെ മകളാണ് ഫാത്തിമ. ഉമ്മയുടെ മരണരംഗം കണ്ട മകളാ. 14-15 വയസ്സാണ് അന്നത്തെ പ്രായം. പടച്ചവനെ, ഉമ്മ മരിച്ചുപോയ മകളെ നബിതങ്ങൾ വളർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പിന്നെ മുത്തുനബി വളർത്തിയടോ. അവസാനം 63-ാമത്തെ വയസ്സില് പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ചു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മുത്തുനബി സുഖമില്ലാതെ കിടക്കുമ്പോ സങ്കടത്തോടെ ഫാത്തിമ കടന്നു വരികയാ. സങ്കടത്തോടെ ഫാത്തിമ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു, മോളെ, ഉപ്പയുടെ മരണം അടുത്തിരിക്കുന്നു മോളെ, ഉപ്പയുടെ മരണം അടുത്തിരിക്കുന്നു മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം അവിടുന്ന് ഫാത്തിമ കാണുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മരണവും ഫാത്തിമ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മരണം കണ്ടു, വാപ്പയുടെ മരണവും കണ്ടു. ഈ കണ്ട മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമയുടെ മരണവും എങ്ങനെയാണെന്നറിയുമോ? ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആ ഫാത്തിമയും പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ഉമ്മ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. പടച്ചവനെ, ഉമ്മ നിന്നതുപോലെ ഫാത്തിമയും കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ഭർത്താവായ അലിയാരിതങ്ങൾ കടന്നു വന്നു. ഭർത്താവായ അലിയാരിതങ്ങൾ കടന്നു വന്നു. അലിയാരിതങ്ങളുടെ ഭക്ഷണം എടുത്തു കഴിക്കാൻ കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ പോയി വാപ്പ കടന്നതുപോലെ ഉമ്മ കടന്നതുപോലെ ഫാത്തിമയും കടന്നു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്നിട്ട് അലിയാര് തങ്ങളോട് 3 വസിയത്താണ് ഫാത്തിമയും പറഞ്ഞത്. ഉമ്മ മരിക്കുന്ന സമയത്ത് വാപ്പയോട് 3 വസിയത്ത് പറഞ്ഞു. അതുപോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മ പറഞ്ഞതുപോലെ തന്റെ ഭർത്താവിനോട് 3 വസിയത്ത് നടത്തുകയാണ്. ആ 3 വസിയത്തിൽ ഒരു വസിയത്ത് എന്തെന്നറിയുമോ? അലിയേ, ഞാൻ മരിക്കുന്നത് എന്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കാൻ. എന്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കാൻ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, പകല് മരിച്ചാലും രാത്രിയിൽ ഖബറടക്കിയാ മതി എന്ന് പറയുന്നല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ. എന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അത് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഉമ്മ പറഞ്ഞതെന്താ? വാപ്പാ നബിതങ്ങൾ കണ്ട ശരീരം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പോലും വേറെ ഒരാള് കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നബിതങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുളിപ്പിക്കണം. ആ ഉമ്മയുടെ മകളായ ഫാത്തിമ പറയുകയാണ്, എന്നെ രാത്രിയിൽ ഖബറടക്കിയാ മതി. കാരണം പകലാണ് ഖബറടക്കുന്നതെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. മാതാവും പിതാവും നല്ലവരായാൽ, മാതാവും പിതാവും നല്ലവരായാൽ അവരുടെ സ്വഭാവം കണ്ടാണ് മക്കൾ വളരുന്നത്. അവരുടെ സ്വഭാവ രീതികൾ കണ്ടാണ് മക്കൾ വളരുന്നത്. അങ്ങനെ വളരുന്ന മക്കളുണ്ടല്ലോ, ഒരിക്കലും വഴിപിഴച്ചു പോകില്ല. ഒരിക്കലും അല്ലാഹുവേ മാതാപിതാക്കളെ നാണം കൊടുത്തൂല, മാതാപിതാക്കളെ കൊല്ലാൻ വരൂല. ആ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബ്
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ എന്നാ മക്കൾ ദുആ ചെയ്യുകയാണ്. മരണപ്പെട്ടു പോയാലും സദഖ കൊടുക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ഖത്ം ഓതുകയാണ്. അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. ചോദിക്കുന്നവരോട് മുഴുവനും പറയും, എന്റെ വാപ്പ ഒരു നല്ല മനുഷ്യനാ, എന്റെ ഉമ്മ ഒരു നല്ല ഉമ്മയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഈ മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ ഉപ്പയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കള് സ്വർഗ്ഗം വാങ്ങിച്ചു കൊടുക്കുമ്പോ മറുഭാഗത്തൊരു രംഗം കാണാ. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് എന്റെ കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തിക്കടത്തിത്താ അല്ലാ, കാല് പൊള്ളുന്നു റബ്ബേ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറിയെന്ന് നിൽക്കട്ടെ അല്ലാ. മക്കള് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എനിക്ക് താ തമ്പുരാന്, എന്നെ പിഴപ്പിച്ചതിവരാണല്ലാ, എന്നെ തെറ്റ് കണ്ടാ തിരുത്താത്തതിവരാ അല്ലാ, എന്നെ നശിപ്പിച്ചതിവരാ അല്ലാ. വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് ഉപ്പാന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ അല്ലാ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ചില മക്കളുണ്ട്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്നാ ചിലര് പറയും, എന്നെ ഇടുന്നതിന് മുമ്പ് വാപ്പാനെ ഇടണം, എന്നെ നരകത്തിൽ ഇടുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മയെ എറിയണം, എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് എന്നെ സ്വർഗത്തിൽ വിട്ടോ, ഇവരെ നരകത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നമുക്ക് നന്നാകാം, നമുക്ക് നന്നാകാം, നമ്മൾ ദീനുള്ളവരാകാം. നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ നമ്മുടെ മക്കൾ നമ്മളെ കണ്ടു വളരും. നമ്മൾ നിസ്കരിക്കുന്നു എന്നിട്ട് മക്കളോട് പറഞ്ഞു നിസ്കരിക്കാൻ അവൻ ഉറപ്പായിട്ടും അനുസരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ മക്കളോട് നന്മ ചെയ്യാൻ പറഞ്ഞാൽ അവരനുസരിക്കും. മറിച്ച് നമ്മളത് ചെയ്യാതെ മക്കളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 11:30 മൈക്കിൻ്റെ പെർമിഷനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ സമയം ഒരുപാട് താമസിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് അള്ളാഹു തരുന്നൊരു അവസരമാണ്. ആരും എഴുന്നേറ്റ് ഓടുമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ പിരിവ് തുടങ്ങുമ്പോൾ ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നവരുണ്ട്. നമുക്ക് അള്ളാഹു തരുന്ന ഒരു അവസരം. നമ്മുടെ ആരുടെയും 5 നയാ പൈസ അള്ളാഹുവിന് വേണ്ട. നമ്മളുടെ ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹുവിന് ആവശ്യമില്ല. അത് കൊടുത്തത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് തന്നെയാണ്, നമുക്ക് തന്നെ. കാരണം എന്താ? സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എടോ, സദഖ കൊടുക്കുന്നത് കൊണ്ട് അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും. ഇന്ന് ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുക്കളും കൂടെ ഇന്ന് മാണിക്കോത്താണ് ഭക്ഷണം കഴിക്കാൻ പോയത്. ആ മാണിക്കോത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആ പള്ളിയുടെ കുളത്തിലെങ്ങാണ്ടോ 2 കുട്ടികൾ വീണ് മരണപ്പെട്ടു പോയത്. അല്ലാഹു ഷഹീദിന്റെ കുരി കൊടുക്കുമാറാകട്ടെ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 കുട്ടികൾ, 3 കുട്ടികളെങ്ങാണ്ട് 3 4 കുട്ടികൾ കുളിക്കാനിറങ്ങി. അതിലെ 2 മക്കളും മരണപ്പെട്ടു പോയി. ഒരു കുട്ടിക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു. എത്ര അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ, എത്രയോ അപകടങ്ങൾ നമ്മൾ കാണുന്നു. ഇന്ന് പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ വരുന്ന അവസ്ഥ.
കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ വന്നപ്പോഴും ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്, ദുആ ചെയ്യാൻ. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ പരിപാടിക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചുകൊണ്ടൊരു സഹോദരൻ, ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, ബ്ലഡ് ക്യാൻസറാ. അപ്പം മാരകമായ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക ഏത് രോഗത്തെയും കരിച്ചു കളയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏത് രോഗത്തെയും സദക്ക കരിച്ചു കളയുന്ന. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ, അറുത്തു മുറിക്കല്ലേ അല്ലാ, എൻ്റെ കൈകാലുകൾ മുറിച്ചു മാറ്റല്ലേ അല്ലാ. അല്ല, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണം, ഒരു നല്ല നീയത്തോടെ. എല്ലാവരും സദക്ക എടുത്ത്. ഇതേ ആരാ പോണേ? അമീദേ, ബക്കറ്റ് എടുത്ത്. ഉസ്താദാ പോന്നെ? ആരാപ്പാ ബക്കറ്റ് കൊണ്ടുപോണ ആളാരാ? ഞാൻ പോട്ടെ. സത്യത്തിൽ ഇത് പ്രസിഡന്റാ കൊണ്ടുപോകേണ്ടത്, പള്ളി കമ്മിറ്റിക്കാരാ ബക്കറ്റ് പിരിവ് നടത്തേണ്ടത്. സെക്രട്ടറി തന്നെ. നീ സെക്രട്ടറിയാ? കയറി വാ. മോനെ സെക്രട്ടറി, കൺവീനർ വാ മോനെ. ഭാവിയിലെ പ്രസിഡന്റ് ആകാനുള്ള ആളല്ലേ. നാണക്കേട് വല്ലതും ഉണ്ടോ? ഒരു നാണവും വേണ്ട, എല്ലാത്തിനും ഇവിടെ തന്നെ വേടിയിൽ എല്ലാവരുടെ മുമ്പിൽ പോയി പൈസ വാങ്ങണം. നിനക്ക് വീട് വെക്കാനൊന്നും അല്ല കേട്ടോ. ബക്കറ്റുമായിട്ട് പോകണം. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പിരിവൊക്കെ നടത്തേണ്ടത് ആരാ? കമ്മിറ്റിക്കാർ വേണം നടത്താൻ. കാരണം എന്തേ? പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ, അല്ലാതെ കസേരയിരുന്ന് കറങ്ങല് മാത്രമൊന്നുമല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താ? കസേരയിരുന്ന് കറങ്ങല്. എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച ബക്കറ്റ് എടുക്കുന്നത് കമ്മിറ്റിക്കാരാണ്. ഇവിടുത്തെ പ്രസിഡന്റ് ആരാപ്പ? അൽഹംദുലില്ലാ, ഇരുന്നോട്ടോ, പേടിക്കണ്ട. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ബക്കറ്റ് എടുക്കുന്ന ആരാ? ഞാൻ പറയും, ഓരോ കമ്മിറ്റിക്കാരനും എടുക്കണം. അതാണ് പള്ളി പരിപാലനം. അല്ലാതെ കസേര കറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ ഉസ്താദ് ഇങ്ങോട്ട് വാ, മോദീൻ ഇങ്ങോട്ട് വാ ആ ചോദ്യം പിടിക്കലൊന്നും അല്ല. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാലനം. വല്ലപ്പോഴൊക്കെ വന്ന് പള്ളി തൂക്കണം പ്രസിഡന്റ്, പള്ളി ഒന്ന് തൂക്കണം സെക്രട്ടറി, കമ്മിറ്റിക്കാരൊക്കെ ചേർന്ന് പള്ളി ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെയാണ് പള്ളി പരിപാലനം. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പള്ളി ഇങ്ങനെ ആക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പരിശ്രമിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11:30 അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇരുന്നോട്ടെ, ഇരുന്ന് ദുആ ചെയ്യട്ടെ, ഇരുന്ന് ദുആ ചെയ്തോട്ടെ. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ് അടുത്തിരുന്നപ്പോ ദുആ ചെയ്യാം. ഇങ്ങോട്ട് കഴിഞ്ഞു, കസേര എടുത്തോപ്പോ. ഇൻഷാ അല്ലാഹ് എടുത്ത് കസേര ഇങ്ങോട്ട് എടുത്തിട്ട് പാപ്പ ദുആ ചെയ്യട്ടെ. ഒന്ന് കയറിയിരുന്ന വയറൊക്കെ നോക്കിക്കും. എല്ലാരും കയറി അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് മഴ വരുന്നുണ്ട്, പെട്ടെന്ന് കയറിക്കോ. കയറിക്കോ, പെട്ടെന്ന് കയറിയിരിക്കുക. ആക്കാന്മാര് ദുആ ചെയ്യട്ടെ. സുമരില്ലാ അന്നബി ബക്കരിം വഅന്നുമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി മൗലായ സല്ലി വസല്ലിം തായിമൻ അബദാ على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن في العاسد الكرم مولاي.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങോട്ട് പോലെ ദുആ ചെയ്യാൻ പോവാ. ചോറൊക്കെ അവിടെ കിടക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. സംഘാടകരൊക്കെ ഇങ്ങോട്ട് കയറിക്കും. എല്ലാവരും ഇരുന്ന് ദുആ ചെയ്യട്ടെ. ആദ്യം അവനവന്റെ കാര്യം നോക്ക്. കാന എഴുതിയവർക്കെല്ലാം കിട്ടും. അള്ളാഹു ആർക്കൊക്കെ റിസ്ക് എഴുതിയിട്ടുണ്ടോ എല്ലാവർക്കും. ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി. പടച്ചോനെ എന്ത് റിസ്ക്കായി പോയപ്പാ. എന്റെ പേരെന്ത്? ഉമറിന്റെ വീട്ടിൽ പോയി. പടച്ചോനെ വല്ലാത്ത റിസ്ക്കായി പോയി. ഉമറിന്റെ വീട്ടിൽ പോയപ്പോ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. അള്ളാഹുവെ മട്ടനുണ്ട്, ചിക്കനുണ്ട്, ഏത് തിന്നണമെന്ന് വസുവാസാക്കി കളഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓനോട് പറഞ്ഞേരെ. എൻ്റെ കൂടെ വന്നൊരു ചങ്ങാതിയുണ്ട്, സുൽഫി. ഇവിടെ കാണുന്നുണ്ടോ? എൻ്റെ കൂടെ വന്ന ചങ്ങാതി. എൻ്റെ ടിക്കറ്റ് കൺഫേം ആയി, അവൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഓന് 12:30 ട്രെയിൻ ഉണ്ട്, പോന്നെങ്കിൽ പൊക്കാൻ പറഞ്ഞു. എന്നെ കണ്ണൂർ കൊണ്ട് വിട്ടേക്കണം കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഞാൻ പള്ളിയിൽ ഇമാമല്ലേ, ജുമയ്ക്ക് ഞാൻ പോകണ്ടേ. പോയില്ലേലും കുഴപ്പമില്ല. ഇന്നലെ അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദിന്റെ കരളില് മഞ്ഞപ്പിത്തങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ എന്താ ഇപ്പൊ ഇരിക്കാത്ത? ഇവിടെ റാഫി ചുമന്ന റെഡ് ഇട്ടുണ്ട്. ഇരിയുടെ റാഫി എല്ലാവരും ഒന്ന് ഇരിക്കടോ. മക്കളെ നിങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞു. എടാ യാത്രക്കാരന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന്. ഞാൻ യാത്രക്കാരനാ. വെള്ളിയാഴ്ച രാവ. ഇനി ഇതുപോലൊരു ചാൻസ് കിട്ടത്തില്ല. അള്ളാഹിക്ക് അള്ളാഹിന് ഇബാദത്ത് ചെയ്യാൻ ഒരു പള്ളി കിട്ടുന്നതിനേക്കാളും വലിയ പുണ്യമൊന്നുമില്ല. അതുകൊണ്ട് മക്കളെ പെയ്ത മഴ പോലും അള്ളാഹു നിർത്തി തന്നിരിക്കുക. സംഘാടകർക്കൊക്കെ മഴയെന്ന് കേൾക്കുമ്പോൾ പേടിയാ. എന്തിനാണ് ഈ പന്തല കിട്ടിയെന്ന് തന്നെ അറിയത്തില്ല. അള്ളാഹുല് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് കാസർഗോഡ് അവിടെ ഒരു വയലുണ്ട്. സംഘാടകർ ഇന്നേ വിളിച്ചിട്ട് ഉസ്താദെ മഴയല്ലേ. എടാ ആദ്യം അള്ളാഹെ വിശ്വാസം ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാകണം. അള്ളാഹിക്ക് ഈ പരിപാടി മുടക്കിയിട്ട് വല്ലതും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു നബിതങ്ങൾ പറഞ്ഞല്ലോ, ഒരാള് അള്ളാഹുവിനെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അത് അള്ളാഹുവിന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ ഏകദേശമുള്ള പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 1-2 വയല് മാത്രമേ മഴ പെയ്ത് മുടങ്ങിയിട്ടുള്ളൂ. അതല്ലാതെ ഇന്ന് വരെ ഒരു വയലും മഴ പെയ്തിട്ട് അള്ളാഹു മുടക്കിയിട്ടില്ല. കാരണം എന്താ? അതങ്ങനെ മനസ്സിൽ കരുതി. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്നത്തെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പോലീസുകാർ വന്നിട്ട് പോയി. ആ പാവങ്ങൾ ആരോ വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. പാവങ്ങൾ അള്ളാഹു വിളിച്ചു പറഞ്ഞവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ആരാണോ ഫോൺ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. കാരണം എന്തേ? നമ്മളെ കുറ്റം പറയുന്നവന് വേണം എപ്പോഴും ദുആ ചെയ്യാൻ. നമ്മളെ കുറ്റം പറയുന്നവന് നിന്നെ ഏഷണി പറയും. നിന്നെ പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് ചില ഉപ്പമാര് നമ്മളെ കത്തിക്കാറുണ്ടല്ലോ. നിങ്ങളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം എന്തേ? ദുആ ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ദുആ ചെയ്യണോടോ. കാരണം എന്തേ? ഓം പറയുന്നത് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എന്റേതും കൂടെ തരാന്ന്. വേണ്ടാന്ന് പറയാൻ പറ്റുമോ? എടാ നീ ചെയ്ത നന്മ കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എന്റേത് കൂടെ തരാന്ന് പറയുമ്പോ അവൻ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നല്ല മക്കളെ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ഈ നന്മ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഭാര്യ സ്വാലിഹത്താകും. ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ഭാര്യ സ്വാലിഹത്താകും. മക്കളെ, നല്ല പെണ്ണിനെ കിട്ടൂടാ. സ്വാലിഹത്തായ, തേച്ചിട്ട് പോകുന്ന പെണ്ണൊന്നുമല്ല, നല്ല സ്വാലിഹത്തായ ഭാര്യമാരെ കിട്ടും. ഇനി പെണ്ണ് കെട്ടിയപ്പോൾ വിചാരിക്കും ഉസ്താദ് ഞാൻ കെട്ടിയല്ലോ. നിന്റെ ആമിനായ അള്ളാഹു നന്നാക്കി തരും. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ പെണ്ണ് കെട്ടാനിരിക്കുന്നവരോട് പറയുന്നു, ഞാൻ പറയുന്ന ഒരു നന്മ ചെയ്താൽ നിനക്ക് കിട്ടുന്ന പെണ്ണ് സ്വാലിഹത്താകും. കെട്ടിയ സഹോദര, നിന്റെ ഭാര്യ സ്വാലിഹത്താകും. പെങ്ങളെ, നിന്റെ ഭർത്താവ് നന്നാകും. 2, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. നിങ്ങളുടെ മക്കൾ അള്ളാഹു നന്നാക്കി തരും. അള്ളാഹു നല്ല മക്കളെ നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മക്കളെ നൽകുമാറാകട്ടെ. ഒരു നല്ല കാര്യം പറഞ്ഞു തരാൻ ചെയ്യുവോ? ഒരു നല്ല കാര്യം പറഞ്ഞു തരാൻ ചെയ്യുവോ? ഈ ചങ്ങായിമാരെ ഒന്ന് പിടിച്ചിരുത്തോ. പ്രസിഡന്റ് ഇങ്ങ് വാ. പ്രസിഡന്റ് 1,00,000 രൂപ തരണം. ഇവിടെ വന്നിരിക്കും. പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ അതൊന്നും ഞാൻ പിടിക്കും. ആ കമ്മിറ്റിക്കാരെ ആദ്യം പിടിക്കണം. ഇരുന്നു വയലൊക്കെ ഇരിക്കും. റാഹത്തല്ല, ആഫിയത്തൊക്കെ. താടിയൊക്കെ വളർത്തണം കേട്ടോ. ഇനി കാണുമ്പോ പ്രസിഡന്റൊക്കെ താടി വളർത്തണം. അൽഹംദുലില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫി. നീ എന്താ ഇരിക്കണില്ലേ? എല്ലാം നീ ഇവിടെ വന്നിരുന്ന് പോയിരി. പ്രസിഡന്റ് ഇനി എന്തോ പിരിക്കാനാ പ്രസിഡന്റ്? കരിമ്പ് ജ്യൂസ് അടിക്കണ പോലെ ഞാൻ ഇനി കിടന്ന് അടിക്കണം. ഇവിടെ
ഈ നാട്ടുകാരെല്ലാവരും കൂടെ സഹായിച്ചിട്ട് ഇത്രയൊക്കെ ആയ അല്ലേ? ഇനി അടുത്തടിയാ കരിമ്പ് ജ്യൂസ് അടിക്കാണ്ടുണ്ടോ? ഒരു കരിമ്പ് ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ മോനൊരു 3 സാധനം എടുത്തിട്ട് അതിനടുത്ത് വെക്കും. തിരിച്ചും മറിച്ചും അടിച്ച് ഊറ്റിയെടുക്കും മുഴുവനും. എന്നിട്ട് ഓനെല്ലാം കൂടി ഇങ്ങനെ മടക്കും. നമ്മൾ വിചാരിക്കും കളയാനാണ്. ഇല്ലടോ, അതങ്ങോട്ട് മടക്കി ചുരുട്ടി വെച്ചിട്ട് 1 ഇഞ്ചിയും നാരങ്ങയും വെച്ചിട്ട് വീണ്ടും ഒരു അടിയുണ്ട്. ആ അടിയാ ഇനി ഞാൻ അടിക്കണ്ടേ? ഇവിടെ കാശുകാരന്മാരൊക്കെ ഇരിപ്പുണ്ട്, ചങ്ങായിക്ക് കാശുള്ള ചങ്ങായിമാര്, ഇവരൊക്കെ വിചാരിച്ചാൽ നടക്കും. വിട്, പാവങ്ങളെ വിട്ടാരെ. അല്ലാഹു ബർക്കത്ത് മാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് മാറാകട്ടെ. ഒരാഗ്രഹം മദ്രസ പണിയണമെന്ന്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനൊരു മദ്രസ, നല്ല കാര്യം. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഞാനൊരു നല്ല കാര്യം പറയാൻ, ചെയ്യോ ചെയ്താ പ്രതിഫലം എന്താ? കെട്ടുന്ന പെണ്ണ് തേച്ചിട്ട് പോത്തില്ല. സ്വാലിഹത്തായ ഒരു ഭാര്യ അല്ലാഹു തരും. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാരാ, ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ളതല്ല, നല്ലത് കിട്ടും. അൽഹംദുലില്ലാ, സ്വാലിഹത്തായ ഒരു ഭാര്യ. അല്ലാഹു നമ്മുടെ ഭാര്യമാര്, കല്യാണം കഴിച്ചവരുടെ ഭാര്യ, ഓള് നന്നായി കാണണ്ടേ, നിനക്ക് ആഗ്രഹമില്ലേ? അല്ലാഹു നന്നാക്കി തരും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ മക്കൾ നന്നാകും, നല്ല കുടുംബ ജീവിതം അല്ലാഹു തരും. എന്ത് ചെയ്താൽ മതി? സദക്ക കൊടുത്താൽ മതി. എന്ത് ചെയ്യണം? അത് പറഞ്ഞപ്പോ മുഖം മാടി. എന്ത് കൊടുക്കണം? സദക്ക കൊടുത്ത അല്ലാഹു എന്ത് തരും? സ്വാലിഹത്തായ ഭാര്യ അല്ലാഹു തരും. എത്ര തെളിവാണ് നിങ്ങൾക്ക്! എത്ര ഖുർആൻ പോലും പറയുന്നുണ്ട് ചരിത്രങ്ങൾ. അതുകൊണ്ട് മക്കളെ, സദക്ക കൊടുക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. നിങ്ങളുടെ നാട്ടിലൊരു മദ്രസ പണിയണം. അൽഹംദുലില്ലാ, അടുത്ത ലക്ഷ്യം മദ്രസയാ. പള്ളിയൊക്കെ പണിതുവിന് മദ്രസ പണിയണം. ആ മദ്രസ പണിയുമ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഞാൻ നിങ്ങൾക്കൊരു വീടിനെ കുറിച്ച് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറയുകയാ. ആ വീട് പോലെ നിങ്ങളുടെ വീടുമാകണ്ടേ, ആ വീടും നിങ്ങളുടെ വീട് പോലെയാകണ്ടേ. ഏത് വീടാണെന്നറിയുമോ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനായ അനസ് റളിയല്ലാഹു തആല അൻഹു വാപ്പയും മകനും കൂടെ നബി തങ്ങളുടെ മുമ്പിൽ പോയതാണ് നിസ്കരിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പോയതാണ് നിസ്കരിക്കാൻ. കാണുന്നില്ലടോ, വരണ്ട സമയം കഴിഞ്ഞു. തന്റെ മകനെയും ഭർത്താവും പള്ളിയിൽ പോയിട്ട് കാണാതെ വന്നപ്പോ അതാ ഭാര്യയായ ഉമ്മു ഭർത്താവിനെ കാണാതെ വന്നപ്പോ ടെൻഷൻ അടിച്ചിട്ട് വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. അതാ വരുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവും പൊന്നുമോനും ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോ ഉമ്മു സുലൈമിന് സമാധാനമായി. സ്വാലിഹത്തായ ഭാര്യ അങ്ങനെയാണ്. അവള് ഭർത്താവിനെ കാത്തു നിൽക്കുമ്പോഴോ അതാ തന്റെ മകനും ഭർത്താവും നടന്നു വീടിന്റെ മുമ്പിലേക്ക് വരുമ്പോ മൂന്നാമതൊരു മനുഷ്യനെ കൂടെ കാണുകയാ. മൂന്നാമതൊരാളെ കൂടെ കാണുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തേക്ക് കയറി വന്നു. ഉമ്മു സുലൈം ചോദിക്കുന്നു, ആരാ കൂടെ? ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാണ് കൂടെ വന്നത്? ഉമ്മു സുലൈമേ, നിസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ, ഒരു യാത്രക്കാരനുണ്ട് സ്വഹാബാ, ഒരു നേരത്തെ ആഹാരം ആരാണ് കൊടുക്കുന്നത്? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടുവന്ന മനുഷ്യനാണ്. ഇതങ്ങ് പറയുമ്പോ ഉമ്മു സുലൈമിന്റെ മുഖമങ്ങ് വാടുകയാണ്. പടച്ചവനെ, ഈ വീടിന്റെ അകത്ത് അല്പഭക്ഷണം മാത്രമേ ഉള്ളൂ, ഒരല്പഭക്ഷണം മാത്രമേ ഈ വീടിന്റെ അകത്തുള്ളൂ. നമ്മൾ രണ്ടുപേരും ഇന്ന് കഴിക്കാതെ ഇരുന്നാൽ നമ്മുടെ മകന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? പടച്ചവനെ, ഉമ്മു സുലൈമിന്റെ മറുപടി കേൾക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടമാവുകയാണ്. ഇനി എന്തു ചെയ്യും പടച്ചവന്? വാപ്പയും ഉമ്മയും കൂടെ റൂമിന്റെ അകത്തിരിക്കുമ്പോ അനസ് എന്ന് പറയുന്ന പൊന്നാര മകനോടി വരികയാണ്. എന്തേ ഉമ്മ, മോനെ, നീ
നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ എന്ന് വീട്ടിലുള്ളൂ. ഈ വന്ന മനുഷ്യനെ കഴിക്കാൻ ഭക്ഷണമില്ല. അങ്ങനെ വാപ്പയും ഉമ്മയും മകനും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അപ്പോഴാണ് സ്വാലിഹത്തായ പെണ്ണായ ഉമ്മ സുലൈ ഭർത്താവിനോടും മകനോടും പറയുകയാണ്, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴി എന്നറിയുമോ? ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിടാ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ ഉമ്മാന്റെ പൊന്നുമോൻ എന്ത് ചെയ്യണമെന്നറിയോ? ഉമ്മാടെ പൊന്നുമോൻ എന്ത് ചെയ്യണമെന്നറിയുമോ? അടുത്തു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് തട്ടി അണയ്ക്കണേ മോനെ. എന്നിട്ട് എന്റെ മകൻ ഭക്ഷണം കഴിക്കരുത്. ഭർത്താവിനോട് പറയുന്നു, നിങ്ങളും കഴിക്കരുത്. നിങ്ങൾ 2 പേരും കഴിക്കുന്നത് പോലെ അഭിനയിച്ചാ മതി. ആ പാവപ്പെട്ടവൻ കഴിക്കട്ടെ. അല്ലാഹുവേ, കുടുംബം തീരുമാനമെടുക്കുകയാണ്, ഗൂഢാലോചന നടത്തുകയാണ്. അവസാനം ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ കഴിക്കാനിരുന്നു. അനസ് എന്ന് പറയുന്ന പൊന്നുമകന് കഴിച്ചിട്ട് ദിവസങ്ങളായി, വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ പൊന്നുമകന് നല്ല വിശപ്പുണ്ട്. ഭക്ഷണം മുന്നിലിരിക്കുകയാ. ഉമ്മാടെ മുഖത്ത് നോക്കുകയാ, മുഖത്ത് നോക്കുകയാ. പടച്ചവനെ, ഉമ്മ പറയുന്നതനുസരിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണയ്ക്കുകയാ. വാരി തിന്നാൽ ആരും അറിയില്ല. ആയിരത്തത്ത് ഭക്ഷണം കഴിച്ചാൽ ഉമ്മയറിയില്ല, ഉപ്പയറിയില്ല. എന്നാലും ഉമ്മ പറഞ്ഞതാണല്ലോ. അനസ് എന്ന് പറയുന്ന മകനും വാപ്പയും കൂടെ പടച്ചവനെ അഭിനയിക്കുകയാണ്. ഒന്നും അറിയാതെ വീട്ടിൽ വന്ന യാത്രക്കാരൻ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ് ചെയ്തിട്ട് അവിടെ ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടന്നടോ. ആ വാപ്പയും ആ മകനും ആ ഉമ്മയും ആരും പരാതി പറഞ്ഞില്ല. അനസ് പോലും ചോദിച്ചില്ല, ഉമ്മ എനിക്ക് തന്നില്ലല്ലോ ഉമ്മ. അവര് 3 പേരും പരസ്പരം മിണ്ടാതെ, പരാതി പറയാതെ ശമിച്ച് കിടന്നുറങ്ങുകയാ. വെളുപ്പാങ്കാലത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അതാ അബൂ തൽഹ ചാടി എഴുന്നേറ്റിട്ട് പറയുന്ന, ഉമ്മ സുലൈ, മോനെ വിളിച്ചുണർത്തും ഉമ്മ സുലൈ, നിസ്കരിക്കാ പള്ളിയിൽ പോകണം ഉമ്മ സുലൈ. അല്ലാഹുവേ, തന്റെ പൊന്നാര മകനെ വിളിച്ചുണർത്തുകയാണ്. വാപ്പാ, എനിക്ക് നടക്കാൻ വയ്യ വാപ്പാ. ഉപ്പാടെ ചുമലിൽ കേറുമോനെ. അതാ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കടന്നു തന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരും അറിയാതെ എന്റെ വീടിനകത്ത് നടന്ന രഹസ്യം അങ്ങനെ അറിഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ തൽഹ, ജിബ്രീൽ വന്നു. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. നിന്റെ വീടിനെ കുറിച്ച് നീ പട്ടിണി കിടന്നിട്ട് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തപ്പോ ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة.
ഇന്നലെ ഖുർആനിൽ ആയത്തിറങ്ങി തൽഹ, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. എന്നിട്ട് നബി തങ്ങൾ പറയുകയാ, സുബഹി വരെ തിരക്കായിരുന്നു, സുബഹി വരെ തിരക്കായിരുന്നു. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. തൽഹ, സദക്ക കൊടുത്തിട്ട് കിടക്കുന്ന നിന്റെ വീട് കാണാ. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, പള്ളിയുടെ പണിയെല്ലാം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം പടച്ചവനെ ഒരു മദ്രസയാണ്. നിങ്ങൾക്കറിയാം എത്ര ദൂരം പോകണം അടുത്ത മദ്രസയിലേക്ക്. ഈ മഹല്ലിലും ഈ പള്ളിയുടെ കീഴിലും ഒരു മദ്രസ വേണമല്ലോ. ഒരു നല്ല കാര്യമല്ലേ സഹോദര? അത് പടച്ചവനെ ജാരിയായ സദഖയാണല്ലോ. മരിച്ചാലും പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാണല്ലോ. അൽഹംദുലില്ലാഹ്, ഒരാൾ പോലും ഇല്ലെന്ന് പറയല്ലേ. ഉസ്താദേ പള്ളിക്ക് കൊടുത്തതാ, ഞാൻ ഒരുപാട് ചെയ്തതാണ് പറയല്ലേ സഹോദര. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് ജാരിയായ സദഖയാണ്. നീ ഖബറിനകത്ത് കിടക്കുമ്പോ നിന്റെ മക്കൾ നിന്നെ മറന്നുപോയാൽ, നിന്റെ കൂടപ്പിറപ്പ് നിന്നെ മറന്നുപോയാലും അൽഹംദുലില്ലാഹ്, ഈ മക്കളുടെ ദുആ മതി സഹോദര. ഏറ്റവും ലാഭമുള്ള കച്ചവടമാണ് സഹോദര. നേരം വെളുത്തു മദ്രസയ്ക്കകത്ത് എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതുമല്ലോ. പിരിയുമ്പോൾ 3 സ്വലാത്ത് പറയുമല്ലോ. അല്ലാഹുവേ, മുടങ്ങാതെ എല്ലാ ദിവസവും നിന്റെ ഖബറിലേക്ക് വരുമല്ലോ. പെങ്ങളെ, മദ്രസയിൽ പഠിക്കുന്ന ഇൽമ പഠിക്കുന്ന ഒരു കുഞ്ഞിന് 1 രൂപ കൊടുത്ത് ഒരു പേന വാങ്ങിക്കൊടുത്താ, ഒരു പേപ്പർ വാങ്ങിക്കൊടുത്താ, നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവര് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാ, സഹോദര, മനസ്സു തരുന്നവൻ അല്ലാഹുവാ, മനസ്സു തരുന്നവൻ അല്ലാഹുവാ. അതുകൊണ്ട് പടച്ചവനെ നല്ല ഒരു മനസ്സോടെ, ഉസ്താദേ മദ്രസയ്ക്ക് വേണ്ടി എന്നെ കണ്ടു കഴിയുന്നത് ഞാൻ തരാം പടച്ചവന്. സഹോദര, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. സഹോദര, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്താണ് പ്രതിഫലമെന്ന് അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാഹ്. സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. സ്വർഗമല്ലാതെ വേറെ ഒരു പ്രതിഫലമില്ല സഹോദര. തങ്ങളെ മരിച്ചുപോയ വാപ്പയുടെ മുഖം ഓർമ്മ വരട്ടെ. ഉപ്പയാണ് നിനക്ക് ആദ്യമായി സ്വർണം വാങ്ങി തന്നത്. ഉമ്മയാണ് നിന്റെ ചെവിയിലേക്ക് തെറ്റ് തന്നത്. അല്ലാഹുവേ, ഇന്ന് ഖബറിലാണ് പെണ്ണേ. ഒരുപാട് സ്വർണം നിന്റെ കയ്യിലുണ്ടല്ലോ. എത്ര പവനുണ്ടെന്ന് നിനക്ക് പോലും അറിയില്ലല്ലോ. ഉപ്പാനെ ഇഷ്ടപ്പെട്ട മക്കളെ, 6 മണ്ണിനകത്ത് കിടക്കുന്ന വാപ്പയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. നീ കൊടുക്കുന്നതേ ഉള്ളൂ, നീ കൊടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് പിരിവെടുക്കുന്നവരെ നിനക്ക് കാണാം. നീ അവരെയേ കാണത്തുള്ളൂ. എന്നാ മരിച്ചവര് ഖബറിനകത്ത് കിടന്ന് യാചിക്കുകയാ, അല്ലാഹുവേ, കുടുംബക്കാര് നോക്കുന്നില്ല അല്ലാ, മക്കള് വരുന്നില്ല റബ്ബേ, ദുആ ചെയ്യുന്നില്ല റബ്ബേ. അതുകൊണ്ട് നാദാ, ഈ ലോകത്താരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. ഇന്ന് ഖബറാളി യാചിക്കുമെന്ന് പഠിപ്പിക്കുമ്പോ